ഗർഭകാല ചികിത്സാ പിഴവിനെ തുടർന്ന് അസാധാരണ വൈകല്യങ്ങളോടെ ജനിച്ച കുഞ്ഞിനെ വീണ്ടും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവനന്തപുരത്തെ ചികിത്സയിൽ പുരോഗതി ഉണ്ടായില്ല. ഒപ്പം അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ കൂടിയാണ് ആശുപത്രി മാറ്റമുണ്ടായത്. ചികിത്സാ പിഴവിൽ ആലപ്പുഴ കടപ്പുറം ആശുപത്രിയിലെ 2 ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടായേക്കും. ആലപ്പുഴ ലജനത്ത് വാർഡിൽ താമസിക്കുന്ന അനീഷ് മുഹമ്മദ് സുറുമി ദമ്പതികളുടെ 3ാമത്തെ കുഞ്ഞാണ് അസാധാരണ വൈകല്യങ്ങളോടെ ജനിച്ചത്. ഗർഭകാലത്ത് 7 തവണ സ്കാനിംഗ് നടത്തിയിട്ടും വൈകല്യങ്ങൾ കണ്ടെത്താനായില്ല എന്നാണ് പരാതി. മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചികിത്സ ഏറ്റെടുക്കുകയും ചെയ്തു. 2.5 മാസത്തിലധികം തിരുവനന്തപുരം SAT ആശുപത്രിയിൽ കിടത്തി ചികിത്സിച്ചെങ്കിലും കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റമുണ്ടായിട്ടില്ല. എന്നു മാത്രമല്ല, അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയും ചെയ്തു. തുടർന്നാണ് നിർബന്ധിത വിടുതൽ വാങ്ങി കുഞ്ഞിനെയും അമ്മയെയും തിരുവനന്തപുരത്ത് നിന്ന് വണ്ടാനത്തെത്തിച്ചത്. ശിശുക്ഷേമ വകുപ്പിൽ വിളിച്ചിട്ട് കുഞ്ഞിനെ നോക്കാനായിട്ടൊരു ബൈസ്റ്റാൻഡർ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ പറഞ്ഞു എന്നാൽ സർക്കാർ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പറഞ്ഞു. അതും പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ സുറുമിക്ക് വയ്യാതെ വന്നതുകൊണ്ട് അവിടെ അഡ്മിറ്റ് ചെയ്ത് കിടക്കാനായിട്ട് സ്ഥലമില്ല. ആശുപത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമുക്ക് ചോദിച്ചപ്പോഴത്തേക്ക് കിടക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എഴുതി വെച്ചിട്ട് സുറുമിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ കുഞ്ഞിന്റെ മാതാവിന് ആദ്യ 3 മാസം നൽകിയ പ്രസവ ചികിത്സ തൃപ്തികരമല്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 ഡോക്ടർമാർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടായേക്കും. ഒരു പ്രതീക്ഷയില്ല. കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാബ് കൂട്ടിക്കണ്ടേ. ഡോക്ടർമാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടും അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും അവർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലല്ലോ. പരാതിക്ക് പിന്നാലെ സ്കാനിംഗ് നടത്തിയ മിഡാസ്, ശങ്കേഴ്സ് എന്നീ ലാബുകളുടെ സ്കാനിംഗ് മെഷീൻ നേരത്തെ സീൽ ചെയ്തിരുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.